കഴിഞ്ഞ ദിവസമേ വീഡിയോയിൽ അബദ്ധത്തിൽ ഞാൻ പറഞ്ഞു കേട്ടോ, ഈ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ജോലിക്ക് പോകാൻ. അപ്പോഴേക്ക് ഇൻബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒറ്റ ചോദ്യമാണ് ചേച്ചിക്ക് എന്താണ് പണി, എവിടെയാണ് പണിയെന്ന് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറുണ്ടെങ്കിൽ ആ 24 മണിക്കൂറും പലതരത്തിലുള്ള ജോലികൾ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന ജോലിയിൽ നിന്ന് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. എൻ്റെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് യൂണിറ്റിൽ നിന്ന് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഓൺലൈനായിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. പിന്നെ മറ്റുള്ള 1-2 ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തി വരുമ്പോഴേക്ക് വീട്ടിലെത്തുമ്പോൾ അത്യാവശ്യം നേരം വൈകിട്ടാട്ടോ വരുന്നത്. സ്കൂൾ വിട്ട് വരുന്ന പിള്ളേരെ ആലോചിച്ചിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള ടെൻഷനോ കാര്യങ്ങളോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ചിക്കുന് 4 വയസ്സും ഹായ്ക്കുട്ടിക്ക് 1.5 വയസ്സും ആയ മുതൽ ഇവരുടെ കാര്യങ്ങൾ ഇവർ തന്നെ സ്വന്തമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ വൈകുന്നേരം വരുന്ന സമയത്ത് ചായ ഉണ്ടാക്കി കൊടുക്കണമെന്നോ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ എനിക്കില്ല. ചിക്കുനും ഹായ്ക്കുട്ടിക്കുള്ള സ്നാക്സും കാര്യങ്ങളും ഈ ഒരു എയർ ഫ്രയർ വന്ന ശേഷം ആൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. എയർ ഫ്രയർ ആരും ഇതുവരെ ആയിട്ട് വാങ്ങിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് വീട്ടിലേക്ക് വാങ്ങി വെക്കണം കേട്ടോ. അടിപൊളിയായിട്ടുള്ള കളക്ഷൻസും കാര്യങ്ങളും നമ്മളെ നിക്ഷാനിലുണ്ട്. അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസും കാര്യങ്ങളും എന്തായാലും ഉണ്ട് കേട്ടോ. 1690 രൂപ മുതലാണ് നിക്ഷാനിൽ എയർ ഫ്രയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ചിക്കനും ഹായ്ക്കുട്ടിക്കുള്ള സ്നാക്സും കാര്യങ്ങളും ഇവർ തന്നെ റെഡിയാക്കി ഇവർ തന്നെ കഴിച്ചോളും. വൈകുന്നേരം വരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി മൊമെൻ്റ് ആട്ടോ ഓരോ ദിവസവും ഉണ്ടാവല്.